എടാ നമുക്കിന്ന് ഒരു ജോമെട്രി ക്വസ്റ്റ്യൻ പഠിക്കാം. ഇതൊരു ബേസ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ മോഡൽസ് ചെയ്യാൻ പറ്റും. SSC, PSC, റെയിൽവേ, ബാങ്ക് തുടങ്ങിയ മത്സര പരീക്ഷകളിൽ ഇത്തരം ഐഡിയ വെച്ച് ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ എളുപ്പം ചെയ്യുന്നത് മനസ്സിലാക്കാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പഠിക്കണം. ചോദ്യം എന്താണെന്ന് വായിക്കാം. ഈ കോൺ എക്സ്, ഈ ആംഗിൾ എക്സും ഈ ആംഗിൾ ഇസഡും കൂടെ കൂട്ടിയാൽ 105 ഡിഗ്രി കിട്ടും. അവർക്ക് വേണ്ടത് ഈ ആംഗിൾ വൈ ആണ്. ഈ ആംഗിൾ വൈ, കോൺ വൈ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഓക്കെ, ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് ഒറ്റ ഐഡിയ മനസ്സിലാക്കിയാൽ മതി. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ട് നോക്കിയ, ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ട് ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ആകെ കോണളവ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ആകെ കോണളവ് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇതിന്റെ കോണളവ് മൊത്തത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. എന്ന് വെച്ചാൽ ഈ കോൺ എക്സും ഈ കോൺ വൈയും കോൺ ഇസഡൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. അവര് തന്നെ പറയുന്നുണ്ട് കോൺ എക്സും കോൺ ഇസഡൂടെ കൂട്ടിയാൽ 105. അതായത് ഈ എക്സും ഈ ഇസഡൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 105 ഡിഗ്രിയാണ്. അപ്പൊ അവിടെ ഇനി എന്തുകൊണ്ടുണ്ട്? കോൺ വൈ, അതാണ് 180 ഡിഗ്രി. നമ്മൾ കോൺ വൈ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഈ 105 അപ്പുറത്തുണ്ട്. അപ്പൊ 180 മൈനസ് 105 അപ്പൊ എത്ര ഡിഗ്രിയാ? 75 ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ. അപ്പം കോൺ വൈ എത്രയാ? 75 ഡിഗ്രി. എങ്കിൽ ഈ ചോദ്യം ചെയ്തേ, ആംഗിൾ പിയും ആംഗിൾ ക്യൂവും കൂടെ കൂട്ടി 85 ഡിഗ്രി എങ്കിൽ ആംഗിൾ ആർ എത്രയാണ്?